Good morning, students. Welcome to your BIS class. Today, we are going to discuss the continuation of transaction processing system. In the last class, we have discussed meaning, definitions, features, and key properties of transaction processing system. Today, we are going to discuss components, methods, and transaction processing cycle. First, let's move on to the components of transaction processing system. There are 4 components for TPS: input, processing, storage, and output. So, there are 4 components of transaction processing system: input, processing, storage, and output. Now, what is input? Input means the devices used for entering or feeding data into the computer system. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് നമ്മളിവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് എൻ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. വി യൂസസ് keyboard, secondary storage devices, etc. for collecting and entering data into the computer system. In transaction processing system, various source documents are being used as input documents. Whether documents such as purchase order, sales order, അതിനുള്ള ഇൻവോയ്സസ്, ബിൽസ്, ദെൻ എംപ്ലോയീസ് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ എംപ്ലോയീസ് ടൈം കാർഡ്സ്, എംപ്ലോയീസിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് എംപ്ലോയി ടൈം കാർഡ്സ്, പർച്ചേസ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻ്റ് ആയിട്ട് പർച്ചേസ് ഓർഡർ, ദെൻ സെയിൽസ് ഓർഡർ, ഇൻവോയ്സസ്, etc. The documents that are being used in transaction processing system as input. നമ്മൾ ടി പി എസിൽ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, ഇൻവോയ്സസ്, എംപ്ലോയി ടൈം കാർഡ്സ്, എക്സെട്ര. ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കമ്പോണൻ്റ് ഇസ് പ്രോസസ്സിങ്. പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ once the data is entered into the system, it should be processed so that the data is accurate and the users can get the data as and when they require. അപ്പോൾ നമ്മളൊരു സിസ്റ്റം യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഡാറ്റ കിട്ടുക എന്നുള്ളതാണ്. The ability, we use the computer system to get the ability to process data quickly. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫാസ്റ്ററായിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത് ആ എൻ്റർ ചെയ്യുന്നതിൻ്റെ ആ ഓർഡർ അനുസരിച്ചിട്ടാണ്, ഒക്കറൻസ് അനുസരിച്ചിട്ടാണ്. ആ ഡേറ്റ് വൈസ് ആണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ എൻ്റർ ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക ജേർണലിലാണ്, ജേർണലൈസ് ചെയ്യാണ് ചെയ്യുക. പ്രൈം എൻട്രി എന്ന് പറയുന്നതാണ് നമ്മളുടെ ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ ജേർണൽസ്, ദെൻ പ്രോപ്പർ രജിസ്റ്റേഴ്സ് റെക്കോർഡാക്കി നമ്മളത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. സിമിലർ നേച്ചറിൽ വരുന്ന ട്രാൻസാക്ഷനൊക്കെ ഒരുമിച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ
ക്യാഷ് റിസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ആൻഡ് ദേ ആർ റെക്കോർഡഡ് അറ്റ് വൺ പ്ലേസ്. ഒരു സ്ഥലത്താണ് നമ്മൾ എല്ലാ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ക്യാഷ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ക്യാഷ് ബുക്കിലാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. സോ പ്രോസസ്സിങ്ങിൽ പറയേണ്ടത് വി യൂസ് കമ്പ്യൂട്ടർ സിസ്റ്റം to get the data processed quickly. Then transactions are entered in the order of its occurrence and all transactions are grouped together according to its nature and they are recorded at one place. ഒരു സ്ഥലത്താണ് അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്, ഡോക്യുമെൻ്റ് ആക്കിയിട്ട് ഫയൽ ചെയ്ത് വെക്കുന്നത്. Then third component is storage. നമ്മൾ ഒരിക്കലും ഡാറ്റ എൻ്റർ ചെയ്തു, പിന്നെ അത് പ്രോസസ്സ് ചെയ്തു, ഇനി നമ്മളത് ആവശ്യമുള്ള സമയത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. യൂസേഴ്സിന് ആവശ്യമുള്ള ടൈം വരെ നമ്മളത് സ്റ്റോർ ചെയ്ത് പ്രോപ്പറായിട്ട് സെക്യൂറായിട്ട് വെക്കുക. സ്റ്റോറേജ് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോർ ചെയ്ത് വെക്കുക, ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യാം. ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ആസ് റെക്കോർഡ്സ് and files for storage purpose. Two types of files are used for storing information: master file and transaction file. അപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് രണ്ട് ഫയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് TPSൽ, ട്രാൻസാക്ഷൻ ഫയലും മാസ്റ്റർ ഫയലും. ട്രാൻസാക്ഷൻ ഫയൽ എന്ന് പറഞ്ഞാൽ ആസ് ആൻഡ് വെൻ ദ ട്രാൻസാക്ഷൻ ഒക്കേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫയലിനെയാണ് ട്രാൻസാക്ഷൻ ഫയൽസ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ആസ് ആൻഡ് വെൻ ദാറ്റ് ടേക്ക് പ്ലേസ്. ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫയലിനെയാണ് ട്രാൻസാക്ഷൻ ഫയൽ എന്ന് പറയുന്നത്. ദെൻ മാസ്റ്റർ ഫയൽ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആണ്. നമ്മൾക്ക് ഫോർ ലോങ് പീരീഡ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഡാറ്റ ആണെങ്കിൽ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക മാസ്റ്റർ ഫയലിലായിരിക്കും. സോ there are two types of files for storing information: transaction file and master file. Transaction file is used to record each transaction as and when it takes place, and master file contains data which are of permanent nature. Then fourth component is output. When we record each transaction, variety of outputs are produced from transaction processing system, and output will be in the form of documents or report. അതായത് നമ്മൾ ഈ ഡാറ്റ എൻ്റർ ചെയ്തു, അത് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ യൂസേഴ്സിന് ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, ഔട്ട്പുട്ട് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റോ ഫയലോ അല്ലെങ്കിൽ റിപ്പോർട്ട് രൂപത്തിലായിരിക്കും. സം ഓഫ് ദി ഔട്ട്പുട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻപുട്ട് ഫോർ ഫർദർ പ്രോസസ്സിങ്. ചില ഈ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിൻ്റെ ചില ഔട്ട്പുട്ട് ഡാറ്റ വേറെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇൻപുട്ട് ഡാറ്റയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫർദർ പ്രോസസ്സിങ്ങിൽ ഇൻപുട്ട് ഡാറ്റയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിലെ ക്യാഷിൻ്റെ ബാലൻസാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഇതിൻ്റെയൊക്കെ നമ്മൾ എമൗണ്ട് ഫിഗേഴ്സ് നമ്മൾ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ട് ഡാറ്റ വേറെ ചില പ്രോസസ്സിൽ നമുക്ക് വേറെ ഫർദർ പ്രോസസ്സിൽ നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ there are four components of transaction processing system: input, processing, storage and output. Now let's move on to the next topic, that is transaction processing cycle. It is the stages of transaction processing system. There are 5 stages or 5 cycles in TPS. That is
data entry, transaction processing, file and database processing, document and report generation, and inquiry processing. So 5 stages, I repeat: data entry, transaction processing, file and database processing, document and report generation, and inquiry processing. Now let's move on to the first cycle, that is data entry. In this stage, data is collected by recording, coding, and editing. Once the data is collected or entered into the system, it should be converted into computer readable form, machine readable form. അതിനെ നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നു. ആൻഡ് ആഫ്റ്റർ കോഡിംഗ് വി ഹാവ് ടു എഡിറ്റ് ഡാറ്റ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വയ്ക്കുക, ബാക്കിയൊക്കെ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക, അതായത് മോഡിഫൈ ചെയ്യുക, ചേഞ്ചസ് ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മൾ ആ ഡാറ്റ നമ്മൾ ചേഞ്ച് ചെയ്യുക. നമ്മളുടെ ഒക്കെ ആവശ്യമുള്ള രീതിയിലേക്ക് ആ ഡാറ്റനെ നമ്മൾ മോഡിഫൈ ചെയ്യാം. സോ ഡാറ്റ എൻട്രി സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്, ഇൻ ദിസ് പ്രോസസ് ഡാറ്റ ഇസ് കളക്റ്റഡ് ബൈ റെക്കോർഡിംഗ്, കോഡിംഗ് ആൻഡ് എഡിറ്റിംഗ്. ഈ 3 ആക്ടിവിറ്റിയുമാണ് ഡാറ്റ എൻട്രിയിൽ നടക്കുന്നത്. ദെൻ സെക്കൻഡ് സൈക്കിൾ, ദാറ്റ് ഇസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. Transaction processing system process data in 3 ways: online processing, batch processing, and real-time processing. അങ്ങനെ 3 വേസിലാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് നടക്കുന്നത്: ഓൺലൈൻ, ബാച്ച് പ്രോസസ്സിംഗ് ആൻഡ് റിയൽ ടൈം പ്രോസസ്സിംഗ്. ഇത് നമ്മൾ മെത്തേഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ 3 പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. തേർഡ് സ്റ്റേജസ് ഫയൽ ആൻഡ് ഡാറ്റാബേസ് പ്രോസസ്സിംഗ്. ഇൻ ദിസ് സ്റ്റേജ് we are maintaining files and database. So it is also known as file and database maintenance. അതായത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ തേർഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഫയൽസൊക്കെ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യുക, എന്നിട്ട് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. It is the basic activity where the files and database are maintained so that they are always accurate and up to date. അതായത് ഫയലിലുള്ള എല്ലാ ഡാറ്റയും കറക്റ്റ് ആക്കിയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്ന പ്രോസസ്സാണ് ഈ തേർഡ് സ്റ്റേജിൽ നടക്കുന്നത്, അതായത് ഫയൽ ആൻഡ് ഡാറ്റാബേസ് പ്രോസസ്സിങ്ങിൽ നടക്കുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജസ് ഡോക്യുമെൻ്റ് ആൻഡ് റിപ്പോർട്ട് ജനറേഷൻ. അതായത് നമ്മൾ ഫയലൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു, ഇനി നമ്മൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ആ റിപ്പോർട്ട് ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഡോക്യുമെൻ്റ് ആൻഡ് റിപ്പോർട്ട്, നമ്മളുടെ ഈ പ്രോസസ്സിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ്. സോ ഫോർത്ത് സ്റ്റേജിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ പ്രൊഡക്ട്സ് സച്ച് ആസ് ഡോക്യുമെൻ്റ് ആൻഡ് റിപ്പോർട്ട്. അതായത് നമ്മൾ ഓൾറെഡി ഡാറ്റ എൻ്റർ ചെയ്തു, അത് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്ത് ഓരോ ഫയലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ ഡോക്യുമെൻറ്റും റിപ്പോർട്ട് ഫോമിൽ അല്ലെങ്കിൽ ഒരു ഫയൽ ഫോമിൽ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്, റിട്രീവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജസ് എൻക്വയറി പ്രോസസ്സിങ്. എൻക്വയറി പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട്, വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാവുന്നതാണ്. ആൻഡ് റെസ്പോൺസസ് ആർ റിസീവ്ഡ് ക്വിക്ക്ലി, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അതിനുള്ള റെസ്പോൺസസും കൊടുക്കാം. അപ്പം അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുക, അവരുടെ എൻക്വയറിയിൽ അവർക്ക് അപ്പം തന്നെ നമ്മൾക്ക് റെസ്പോൺസും കൊടുക്കാൻ പറ്റണം.
so that for that we make use of internet and web browsers. അതിനാണ് നമ്മൾ ഈ ഡാറ്റാബേസ് ഫയൽസ് നമ്മൾ ഉണ്ടാക്കുന്നത്. മാസ്റ്റർ ഫയൽ എന്ന് പറയുന്ന ആ ഫയൽ ഉണ്ടാക്കി വെക്കുന്നത് അതാണ്. യൂസേഴ്സിന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാസ്റ്റർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ transaction processing system use internet, web browsers or database management to make enquiries and receive response. നമ്മളൊരു ക്വസ്റ്റ്യൻ സിസ്റ്റത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റെസ്പോൺസും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ റെസ്പോൺസസ് കിട്ടാൻ വേണ്ട പ്രോസസ്സ് ചെയ്യുന്നത് ഈ 5th സ്റ്റേജിലാണ്, എൻക്വയറി പ്രോസസ്സിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ആൻഡ് യൂസേഴ്സ് റിസീവ് റെസ്പോൺസസ് കൺസേണിങ് ദ റിസൾട്ട്സ്. ഈ ഇത്രയും ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് നടന്നിട്ടുള്ള ആ ആക്ടിവിറ്റീൻ്റെ റിസൾട്ടാണ് സത്യം പറഞ്ഞാൽ എൻക്വയറി പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ. സോ there are 5 stages. So there are 5 stages or 5 cycles: data entry, transaction processing, file and database processing, document and report generation, and inquiry processing. Now let's move on to, that is, the methods for processing transaction. The commonly used methods for data or transaction processing is online processing, batch processing, and real-time processing. What is online processing? Online processing means the data is entered directly into the system and results are available immediately. അതായത് ഡാറ്റ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റായിട്ട് യൂസേഴ്സ് എന്ത് ചെയ്യുക, ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ റിസൾട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുക. ട്രാൻസാക്ഷൻസ് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദ റിലേറ്റഡ് ഫയൽസ്. ഓരോ ട്രാൻസാക്ഷനും അതാത് ഫയലിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആൻഡ് ദി എക്സിസ്റ്റിംഗ് ഫയൽസ് ക്യാൻ ബി കെപ്റ്റ് അപ് ടു ഡേറ്റ്. അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ദെൻ ദിസ് മെത്തേഡ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ബാങ്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക. അതായത് ഒരു കസ്റ്റമറിൻ്റെ അക്കൗണ്ട് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക. കസ്റ്റമേഴ്സിൻ്റെ ക്യാഷ് റിസീപ്സും വിഡ്രോവൽസും എപ്പോഴും അത് ഓരോ പ്രാവശ്യം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അതേപോലെ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും അവരുടെ അക്കൗണ്ട് ബാലൻസ് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. അത് നടക്കുന്ന പ്രോസസ്സാണിത് ഓൺലൈൻ പ്രോസസ്സിംഗ് എന്ന് പറയും. സോ വാട്ട് ഈസ് ഓൺലൈൻ പ്രോസസ്സിംഗ്? In this method, data is entered directly into the system and the results are available immediately. Transaction can be recorded in the related files and existing files can be updated. Then second method is batch processing. In batch processing, transactions are collected and accumulated over a period of time and it is processed periodically. അതായത് ട്രാൻസാക്ഷൻസ് നടക്കുമ്പം ഓരോ പ്രാവശ്യം ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അത് അപ്പം റെക്കോർഡ് ചെയ്യാതെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഒരു ബാച്ചാക്കി മാറ്റാം. ആ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു കളക്ഷൻ നമ്മളൊരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് ആ ഗ്രൂപ്പിന് നമ്മൾ ബാച്ച് എന്ന് പറയും. എന്നിട്ട് ആ ബാച്ച് ഒന്നിച്ചാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇൻ ബാച്ച് പ്രോസസ്സിംഗ് ഇറ്റ് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഇൻ ടു ഗ്രൂപ്പ്സ്. ദെൻ വി ട്രാൻസ്ഫർ ദ കളക്റ്റഡ് ഡാറ്റ ഇൻ ടു മാഗ്നറ്റിക് ഡിസ്ക്. അതിന് നമ്മളൊരു ഇൻപുട്ട് മീഡിയം യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഡിസ്കിലേക്ക് നമ്മളത് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് ട്രാൻസാക്ഷൻസ് ആർ സോർട്ടഡ് ഇൻ ടു ദ മാസ്റ്റർ ഫയൽ. എന്നിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു മാസ്റ്റർ ഫയലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. മാസ്റ്റർ ഫയൽസ് ആർ ഓൾവേസ് അപ്ഡേറ്റഡ്. അതിങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ഇൻഫർമേഷൻസ് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് വെൻ ദർ ആർ ലാർജ് വോളിയം ഓഫ് ഡാറ്റ. ഒരുപാട് ഡാറ്റ ഉണ്ടാകുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യാനും ആണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ആൻഡ് വേർ ഇമ്മീഡിയറ്റ് ഫയൽ അപ്ഡേറ്റിംഗ് ഇസ് നോട്ട് നെസസറി. അതായത്
നമുക്ക് ഇപ്പോൾ ആ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഇപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് നമ്മളൊരു പീരിയഡ് ഓഫ് ടൈം ഇപ്പോൾ വീക്ക്ലി, മന്ത്ലി, അങ്ങനെ ക്വാർട്ടർലി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം ഒരു പീരിയഡ് ഓഫ് ടൈമിൻ്റെ ട്രാൻസാക്ഷൻസ് ഒന്നിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് അതൊരു മാഗ്നറ്റിക് ഡിസ്കിലേക്ക് കൺവേർട്ട് ചെയ്ത് മാസ്റ്റർ ഫയലിലേക്ക് ആക്കി വെക്കുന്ന പ്രോസസ്സിനെയാണ് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. കമ്പയർഡ് ടു ഓൺലൈൻ പ്രോസസ്സിംഗ്, ബാച്ച് പ്രോസസ്സിങ്ങിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫയൽസ് ആവശ്യമില്ലെങ്കിൽ മാത്രമേ, അപ്ഡേറ്റിംഗ് ആവശ്യമില്ലെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ട റെസ്പോൺസസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഓൺലൈൻ പ്രോസസ്സിംഗ്. ദെൻ തേർഡ് മെത്തേഡ്, ദാറ്റ് ഈസ് റിയൽ ടൈം പ്രോസസ്സിംഗ്. In real-time processing, data is processed immediately after they are originated and provide immediate output to the users. അതായത് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുക, യൂസേഴ്സിന് ആവശ്യമുള്ള റെസ്പോൺസസും അപ്പോൾ തന്നെ കൊടുക്കുക, ഫയൽസും ഡാറ്റാബേസും ഒക്കെ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ഹിയർ devices are directly connected to the CPU. And there is an interaction between the user and computer at a faster rate. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് സിസ്റ്റത്തിനോട് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റെസ്പോൺസും കിട്ടുക. അപ്പോൾ ഫാസ്റ്റർ റേറ്റിൽ നമുക്ക് ആ റെസ്പോൺസസ്, ഇൻട്രാക്ഷൻ, യൂസറും സിസ്റ്റവും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്. സിസ്റ്റം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാസ്റ്റ് ആക്സസും ക്വിക്കായിട്ട് ആക്യുറേറ്റായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. സോ റിയൽ ടൈം പ്രോസസ്സിങ്ങിൽ പറയുന്നത് ഡാറ്റ ഇസ് പ്രോസസ് ഇമ്മീഡിയറ്റ്ലി. അത് ഒറിജിനേറ്റ് ചെയ്തപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ഇതിൽ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യൂസേഴ്സിന് അപ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ടും അപ്പോൾ തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. ഫയൽസും ഡാറ്റാബേസൊക്കെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വയ്ക്കുക. And the input or output devices are directly connected to the CPU, and it allows the user and computer to have an interaction at a greater speed. യൂസറും കമ്പ്യൂട്ടറും തമ്മിലൊരു ബെറ്റർ റിലേഷൻഷിപ്പ്, ഫാസ്റ്ററായിട്ട് അവർക്ക് ട്രാൻസാക്ഷൻസ് നടത്താനും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളൊരു അവസരമാണ് റിയൽ ടൈം പ്രോസസ്സിങ്ങിൽ കിട്ടുന്നത്. സോ there are 3 methods of transaction processing: online processing, batch processing, and real-time processing. That's all for today. Thank you, students.